ലൂസിഫറിനെ വെച്ച് നോക്കുമ്പോൾ തന്നെയാണ് നല്ലത്. എൻപുരാൻ ലൂസിഫറിനേക്കാളും മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഇൻട്രോ എല്ലാം മേക്കിംഗ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. തിയേറ്റർ കുലുങ്ങിയോ? തിയേറ്റർ കുലുങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? ഹാപ്പിയാണ്, കൊള്ളാം. മൊത്തത്തിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ? എക്സ്പ്രഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് പൃഥ്വിരാജിന്റെ മേക്കിംഗ് ഒക്കെ? മേക്കിംഗ് അടിപൊളി, ഒന്നും പറയാനില്ല. ഫാൻ ഇൻറ്റ് നിന്ന് കത്തോ? കത്തു. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. അത്യാവശ്യം നല്ല മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടപ്പെട്ടു, കൊള്ളാം. തിയേറ്റർ കുലുങ്ങിയോ? തിയേറ്റർ കുലുങ്ങി. സൂപ്പറാണ്. ഇന്റർനാഷണൽ മൂവി. പൃഥ്വിരാജിന്റെ മേക്കിംഗ് നല്ല മേക്കിംഗ് ആണ്, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. തിയേറ്റർ കുലുങ്ങിയോ? തിയേറ്റർ കുലുങ്ങി. ലാലേട്ടൻ്റെ ഇൻട്രോ എല്ലാം മേക്കിംഗ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. പൃഥ്വിരാജ് സെക്കൻഡ് ഹാഫിലുള്ളൂ, ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടില്ല. ലൂസിഫറിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് പടം? ഫസ്റ്റ് ഹാഫ് ആയിട്ടുള്ളൂ, സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് പറയാം. എങ്ങനെയുണ്ടായിരുന്നു? തിയേറ്റർ കുലുക്കിയോ? അടിപൊളിയാണ്, ഇന്റർവെൽ വരെ അടിപൊളിയാണ്. ലൂസിഫറിനെ വെച്ച് നോക്കുമ്പോൾ തന്നെയാണ് നല്ലത്. എൻപുരാൻ ലൂസിഫറിനേക്കാളും മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. നെക്സ്റ്റ് ലെവലിൽ കേരളം കത്തുന്നുണ്ടോ? ഇന്റർവെൽ വരെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഫീൽ ഉണ്ട്. ഇപ്പൊ ടിക്കറ്റ് ബുക്കിങ്ങിലൊക്കെ നമ്മൾ എല്ലാ റെക്കോർഡും ഇതാക്കിയായിരുന്നു. അപ്പൊ കളക്ഷൻ്റെ അത് തന്നെ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി ഞാൻ സംസാരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ്? യഥാർത്ഥ പെർഫോമൻസ് ആണ്, ഒരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്. മിക്കവാറും 500 കോടിക്ക് കത്തും. മറ്റേ ഇതൊക്കെ എങ്ങനെയുണ്ട്? തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ക്രൗഡിന്റെ കൂടെ? ക്രൗഡിനോട് നല്ല എക്സ്പീരിയൻസ് ആണ്. ഫാൻസ് ആയതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഫാമിലിക്കൊക്കെ പറ്റിയോളോ? അത് ഫാമിലിക്കൊക്കെ പറ്റിയോടാണ്.